പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലചന്ദ്രൻ വൈജയന്തിയുടെ നേരെ ആ തോക്കും ചൂണ്ടി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. വൈജയന്തി നല്ല ടെൻഷനിലാണ് നിൽക്കുന്നത്. എന്നിട്ട് ചോദിക്കുകയാണ്, ഈ അടുത്ത് നിൽക്കുന്നത് ആരാന്ന് നിനക്കറിയോ എന്ന് ചോദിക്കും. അപ്പോൾ അടുത്ത അലീനയാണ് കേട്ടോ നിൽക്കുന്നത്. അലീനേനെ ചൂണ്ടി കാണിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്, ഈ അടുത്ത് നിൽക്കുന്നത് ആരാന്ന് അറിയോന്ന്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ടായിരുന്നു, ഇവിടുത്തെ സെർവൻ്റ് അലീന എന്ന് പറയും. സെർവൻ്റോ? അപ്പോൾ നിനക്ക് ആഗ്ര കൺട്രോൾമെൻറ്റ് ഓർമ്മയുണ്ടോ? അവിടെ വെച്ച് നീ ഒരു ക്യാപ്റ്റൻ സ്റ്റാർലിനെ ഇങ്ങനെ സ്നേഹിച്ച് ഇങ്ങനെ അയാളുടെ കൂടെ സഹവസിച്ചിരുന്നതൊക്കെ ഓർമ്മയുണ്ടോ? എന്നിട്ട് നെയ്യാറ്റിൻകര ഒരു നഴ്സിംഗ് ഹോമിൽ ഒരു പെൺകുഞ്ഞിന് ജന്മം കൊടുത്തല്ലോ നീ. ആ നിൽക്കുന്ന നിൻ്റെ മകളാണ് നിൻ്റെ അടുത്ത് നിൽക്കുന്നതെന്ന് പറയും കേട്ടോ. അപ്പോൾ വൈജയന്തി ആണെങ്കിലും അലീനേനെ ഇങ്ങനെ ഒരു സഹതാപ നോട്ടൊക്കെ നോക്കുന്നുണ്ട്. അലീനയാണെങ്കിൽ തിരിച്ചും അതുപോലെ നോക്കുന്നുണ്ട് കേട്ടോ. അമ്മയാണല്ലോ അടുത്ത് നിൽക്കുന്നത്, അപ്പോൾ സ്വന്തം മകളാണ് അടുത്ത് നിൽക്കുന്നതെന്നുള്ള ആ ഒരു നോട്ടാണ് കേട്ടോ നോക്കുന്നത്. എന്നിട്ട് പിന്നീട് അലീനയോടാണെങ്കിലും ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ബാലചന്ദ്രൻ, നിനക്ക് ഇവിടെ വന്നപ്പോൾ തൊട്ട് അറിയാമായിരുന്നല്ലോ ഇത് നിൻ്റെ അമ്മയാണ് എന്നുള്ളത്. എന്നിട്ട് നീ ഇവിടെ നിന്നിട്ട് നന്നായിട്ട് അഭിനയിച്ചു, മിടുക്കി എന്നൊക്കെ ഇങ്ങനെ അലീനയോട് പറയൂ കേട്ടോ. അപ്പം നിനക്കുള്ള ശിക്ഷ ഞാൻ തരുന്നുണ്ട്, ഇവളുടെ മകളായിട്ട് ജനിച്ചതിന് എന്ന് പറയും. എന്നിട്ട് അലീനയുടെ നേരെ ആ തോക്ക് ചൂണ്ടി പിടിച്ചിരുന്നു കേട്ടോ. എന്നിട്ട് ആ തോക്ക് വീണ്ടും വൈജയന്തിയുടെ നേരെ തന്നെ പിടിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അപ്പോൾ നിനക്കുള്ള ശിക്ഷ ഞാനിപ്പോൾ വിധിക്കുകയാണ്, വധശിക്ഷ എന്നിങ്ങനെ വൈജയന്തിനോട് പറയുന്നുണ്ടായിരുന്നു. നിൻ്റെ ഇങ്ങനെ പുച്ഛത്തിന്, നിൻ്റെ ജാടയ്ക്ക്, നിൻ്റെ നിന്ദയ്ക്ക് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വൈജയന്തിൻ്റെ നേരെ അങ്ങ് ചൂണ്ടി പിടിച്ചിട്ടുണ്ട് കേട്ടോ ആ തോക്ക് എന്തായാലും. അപ്പോൾ അത് കഴിഞ്ഞാണെങ്കിലും അലീനയാണെങ്കിലും അങ്ങ് അമ്മേന്ന് വിളിച്ച് അങ്ങ് കരയുന്നുണ്ടായിരുന്നു കേട്ടോ. വൈജയന്തിയുടെ നേരെ ആണല്ലോ തോക്ക് പിടിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പേടിയിൽ അമ്മേന്ന് വിളിച്ച് കരയാണ് അലീന. അപ്പോൾ അത് കഴിഞ്ഞ് ഇത്രയെല്ലാം ബാലചന്ദ്രനാണെങ്കിലും വൈജയന്തിയുടെ ഫോട്ടോ അവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ നോക്കിയിട്ട് ഇങ്ങനെ ആലോചിച്ച കാര്യങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അത്രയ്ക്കും ദേഷ്യമാണ് വൈജയന്തിനോട് ഇപ്പോൾ ബാലചന്ദ്രനുള്ളത്. ബാലചന്ദ്രൻ അവിടെ ഒരു ചെയറിൽ ഇരിക്കുകയായിരുന്നല്ലോ. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് എണീറ്റിട്ട് ബാഗൊക്കെ തുറക്കുന്നുണ്ട്. ബാഗിലൊരു കുപ്പി ഉണ്ടായിരുന്നല്ലോ വന്നപ്പോൾ തന്നെ, അതിൽ കുപ്പിയൊക്കെ ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ കുപ്പി അതിൽ നിന്ന് എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ആ കുപ്പി എടുത്തുകൊണ്ട് ഡൈനിങ് ഹാളിലേക്ക് പോവാണ് കേട്ടോ. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഗ്ലാസും വെള്ളം എല്ലാം എടുത്ത് ആ കുപ്പിയിൽ നിന്ന് ഒഴിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അടുക്കളയിലേക്ക് വെള്ളം എടുക്കാനായിട്ട് ഫ്രിഡ്ജ് തുറക്കാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന അടുക്കളയിലുണ്ടായിരുന്നു. അലീന ഇങ്ങനെ വെള്ളത്തിൻ്റെ ബോട്ടിൽ എടുത്ത് വരുന്ന സമയത്ത് തന്നെ അലീന പിറകെ വന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മദ്യപിക്കുന്നതാണ് അലീന കാണുന്നത്. അപ്പോൾ അലീനയ്ക്കും ആകെ എന്തൊക്കെയോ ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. ഇതുവരെ കാണാത്ത കാര്യങ്ങളൊക്കെയാണല്ലോ കാണുന്നത്. പിന്നെ ബാലചന്ദ്രനാണെങ്കിലും അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കഴിക്കലോട് കഴിക്കൽ തന്നെയാണ്. അലീന പിന്നെ വേഗം ചെന്നിട്ട് മുത്തശ്ശീനോട് കാര്യം പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ബാലചന്ദ്രൻ സാറ് തിരിച്ചു വന്നിട്ടുണ്ട്, പോയ പോലെയല്ല വന്നിട്ടുള്ളത്, എന്തോ പ്രശ്നമുണ്ട്, എനിക്ക് ആകെ പേടിയാവുന്നുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ അവിടെ ഇരുന്ന് കഴിക്കുകയാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു മുത്തശ്ശീനോട്. അപ്പോൾ അവൻ അങ്ങനെ ഒരു സ്വഭാവമൊന്നും ഇല്ലാത്തതാണല്ലോ, നീ അവനോടൊന്ന് ഇങ്ങോട്ട് വരാൻ പറയുമെന്ന് പറയൂ കേട്ടോ. അലീനയ്ക്കാണെങ്കിലും പോയി പറയാനൊരു മടി. അപ്പോൾ ചെല്ലു കൊച്ചി, അവൻ അത്ര അപകടകാരിയൊന്നുമല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും അലീനനെ പറഞ്ഞു വിടുന്നുണ്ട് മുത്തശ്ശിയാണെങ്കിലും. അലീനയ്ക്കാണെങ്കിലും ഒരു മടിയൊക്കെ ഉണ്ട് കേട്ടോ പോയിട്ട് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെല്ല് നീ എന്തിനാ ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നത്, മോളെ ചെല്ലി എന്ന് പറയും. അപ്പോൾ അലീന എന്തായാലും പിന്നീട് മുത്തശ്ശിയുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോഴും ബാലചന്ദ്രൻ അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് മുത്തശ്ശിക്കാണെങ്കിലും ആകെ ടെൻഷനാണ് കേട്ടോ അലീന ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞുകൊണ്ട് തന്നെ. അലീനയാണെങ്കിലും ബാലചന്ദ്രൻ്റെ പിറകിൽ വന്നിങ്ങനെ നിന്നിട്ട് ഇങ്ങനെ സാറേ എന്ന് വിളിക്കും കേട്ടോ. അപ്പോൾ ആരാണ് സാറ്, ഏത് സാറ് എന്നൊക്കെയാണ് ബാലചന്ദ്രൻ ചോദിക്കുന്നത്. അപ്പോൾ മുത്തശ്ശി ഒന്ന് അങ്ങോട്ട് ചെല്ലുമോ എന്ന് ചോദിച്ചെന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, ബാലചന്ദ്രമേനോൻ തിരക്കിലാണെന്ന് ചെന്ന് പറഞ്ഞേക്ക്, കുറച്ച് ബിസിയാണെന്ന് പറഞ്ഞേക്ക് എന്ന് പറയും കേട്ടോ. അപ്പോൾ ഒന്ന് അങ്ങോട്ട് ചെല്ലുമോ എന്ന് ചോദിച്ചു എന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ ഗ്ലാസ്സിലുണ്ടായിരുന്നതും കൂടെ എടുത്ത് കുടിച്ചിട്ട് പിന്നീട് അവിടെ നിന്ന് എണീറ്റിട്ട് മുത്തശ്ശിയുടെ റൂമിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അലീനയാണെങ്കിലും ഇതെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ബാലചന്ദ്രൻ മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെല്ലും. അപ്പോൾ ആകെ ഇങ്ങനെ നിൽക്കാനൊന്നും വയ്യാത്തൊരവസ്ഥയിലാണ് കേട്ടോ. മുഖമൊക്കെ എന്തോ പോലെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ മുത്തശ്ശിയാണെങ്കിലും ബാലചന്ദ്രനെ കാണുന്ന സമയത്ത് തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ ബാല നിൻ്റെ മുഖമൊക്കെ വല്ലാതെ ഇരിക്കുന്നത്, നിനക്കെന്താ സുഖമില്ലേ, നീ എങ്ങോട്ടാണ് പോയിരുന്നത് എന്നൊക്കെ അങ്ങ് ചോദിക്കൂ കേട്ടോ. നിനക്ക് എന്താ പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ എന്ത് പറ്റാനാ, എല്ലാം പറ്റിക്കഴിഞ്ഞു എന്ന് പറയും. എന്നാൽ പിന്നെ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടുന്ന് മുറിയിൽ നിന്ന് അങ്ങ് പുറത്തേക്ക് ഇറങ്ങി പോവാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശിക്കും ഇങ്ങനെ ആകെ ഒരു ടെൻഷൻ. ബാലചന്ദ്രൻ ഇതുവരെയൊന്നും മുത്തശ്ശീനോട് അങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല, അതുപോലെ തന്നെ ഇങ്ങനെ കഴിക്കുന്ന സ്വഭാവവും ബാലചന്ദ്രന് ഇല്ല എന്ന് ഇങ്ങനെ മുത്തശ്ശി പറയാണ് കേട്ടോ. അപ്പോൾ അലീന വീണ്ടും ഹാളിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെ നിന്ന് കുപ്പി എടുത്തുകൊണ്ട് വീണ്ടും റൂമിലേക്ക് പോകുന്ന ആട്ടോ കാണുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, സാറ് വീണ്ടും ആ കുപ്പി എടുത്തുകൊണ്ട് മുറിയിലേക്ക് പോയിട്ടുണ്ട്, കുടിക്കാനാണെന്ന് തോന്നുന്നുണ്ട്, ഇത് പാകം കുഴപ്പമാവുമല്ലോ, മാഡത്തിന് വിളിച്ച് പറയട്ടെ എന്നിങ്ങനെ മുത്തശ്ശീനോട് ചോദിക്കുമ്പോൾ അവളെ വിളിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അവൾ പറഞ്ഞാലൊന്നും ബാലചന്ദ്രൻ കേൾക്കില്ല, നീ മനുവിനെ വിളിച്ച് പറയേ, അവൻ പറഞ്ഞാൽ ബാലചന്ദ്രൻ കേട്ടോളൂ എന്ന് പറയട്ടെ. എന്നിട്ട് ഫോണൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അലീന മനുവിനെ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ വേഗം. അപ്പോൾ
മനുവിനോട് വിളിച്ചിട്ട് കാര്യം പറയുന്നുണ്ടായിരുന്നു. മനുവേട്ട എന്ന് ഇങ്ങനെ പറയുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് ബാലചന്ദ്രനെ തന്നെയാണ് കാണിക്കുന്നത്. ബാലചന്ദ്രൻ റൂമിൽ ചെന്നിരുന്ന് വീണ്ടും കുടിക്കുകയാണ് കേട്ടോ. അങ്ങനെ കുടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ അലീനയ്ക്കാണെങ്കിലും ഇങ്ങനെ ഒന്ന് ചെന്ന് നോക്കണം എന്നൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഒന്നിനും പറ്റുന്നില്ല. എന്നിട്ട് ആ ഹാളിൽ ഇങ്ങനെ ഒരു കസേരയും പിടിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ അലീന പെട്ടെന്ന് തന്നെ ബാലചന്ദ്രൻ്റെ റൂമിലേക്ക് ചെന്ന് നോക്കുകയാണ് കേട്ടോ. ആകെ ടെൻഷനോട് കൂടിയാണ് ചെന്ന് നോക്കുന്നത്. അപ്പോൾ നിലത്ത് വീണ് കിടക്കുകയായിരിക്കും ബാലചന്ദ്രൻ. അപ്പോഴേക്കും അലീന പെട്ടെന്ന് ഓടി വന്നിട്ട് സാറേ സാറേ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷേ ഒരു അനക്കവും ഇല്ല കേട്ടോ. എന്നിട്ട് അവിടെ ടേബിളിൽ വെള്ളം ഇരിപ്പുണ്ടായിരുന്നു ജഗിൽ. അപ്പോൾ അതൊക്കെ എടുത്ത് മുഖത്ത് കുടയുന്നുണ്ടായിരുന്നു. മുഖത്ത് കുടഞ്ഞിട്ടും അനക്കമൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ വേഗം പൾസൊക്കെ നോക്കുന്നുണ്ട്. പൾസ് നോക്കിയിട്ട് വേഗം CPR ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അലീന പുറത്തേക്ക് ഓടി വന്നിട്ട് മുത്തശ്ശിയുടെ റൂമിലേക്ക് ഓടി വന്നിട്ട് കാര്യം പറയുകയാണ്. ബാലചന്ദ്രൻ സാർ അവിടെ വീണു എന്ന് പറയട്ടെ. അപ്പോൾ എവിടെയാണ് വീണേ എന്ന് ചോദിക്കുമ്പോൾ അവിടെ റൂമിൽ വീണ് കിടക്കുകയാണ്. എന്താ പറ്റിയെന്നൊന്നും അറിയില്ല, അറ്റാക്കാണോ ഇനിയിപ്പോൾ സ്ട്രോക്ക് ആണോ എന്നൊന്നും അറിയില്ല എന്ന് പറയും കേട്ടോ. അത് കഴിഞ്ഞ് അലീന വേഗം മുത്തശ്ശിയുടെ ഫോൺ എടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് വിളിക്കുന്നുണ്ടായിരുന്നു. ആംബുലൻസ് വേണം, അതുപോലെ തന്നെ ഡോക്ടറും നേഴ്സും ഒക്കെ വേണം, ഇങ്ങനെ ബോധം കെട്ട് കിടക്കുകയാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. അറ്റാക്കാണോ സ്ട്രോക്ക് ആണോ എന്നൊന്നും അറിയില്ല, അതുകൊണ്ട് പെട്ടെന്ന് വരണം, ഡോക്ടർ ശർമ്മയുടെ എതിർവശത്തുള്ള വീട് തന്നെയാണ് എന്നൊക്കെ അവർക്ക് അടയാളം പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് മുത്തശ്ശിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഡോക്ടർ ശർമ്മ അവിടെ ഉണ്ടോയെന്ന് ഒന്ന് നോക്കും മോളെ എന്ന് പറയും. അപ്പോൾ ശർമ്മയുടെ നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അലീന. അപ്പോൾ ഡോക്ടറുടെ നമ്പർ ഉണ്ടോയെന്ന് മുത്തശ്ശി ചോദിക്കും. ഞാനിതിൽ സേവ് ചെയ്ത് വെച്ചതാണെന്ന് പറഞ്ഞിട്ട് വേഗം ഡോക്ടർ ശർമ്മേനെ വിളിക്കുന്നുണ്ട് കേട്ടോ അലീന. ഡോക്ടർ അവിടെ ഉണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വാട്ടോ, ബാലചന്ദ്രൻ സാർ ഇവിടെ ബോധം കിട്ടി കിടക്കുകയാണ്, വീണ് കിടക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് മനുവിനെ വിളിച്ചിട്ട് കാര്യം പറയുന്നുണ്ട്. അപ്പോൾ റിങ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ വേഗം ഒന്ന് എടുക്കും, മനുവേട്ട എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അലീന. അങ്ങനെ മനു ഫോൺ എടുക്കുമ്പോൾ അലീന കാര്യം പറയുകയാണ്. ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസ് വരാൻ വേണ്ടി വിളിച്ച കാര്യം ഒക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് മനുവേട്ടൻ ഒന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വാ എന്ന് പറയും. അപ്പോൾ നീ അവിടെ തന്നെ ഉണ്ടാവണം കേട്ടോ, അങ്കിളിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവണം എന്നൊക്കെ ഇങ്ങനെ മനു ആണെങ്കിലും അലീനയോട് പറയുന്നുണ്ടായിരുന്നു. മനു വരുന്നവരെ അവിടെ തന്നെ ഉണ്ടാവണം എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് കോള് കട്ട് ചെയ്യാണ്. അത് കഴിഞ്ഞ് പിന്നീട് വൈജയന്തിനെ വിളിച്ച് അലീന കാര്യം പറയുന്നുണ്ടായിരുന്നു. ഹോസ്പിറ്റലിലേക്ക് വിളിച്ചിട്ടുണ്ട്, ആംബുലൻസ് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ അലീനയോട് ഇങ്ങനെ എന്താ പറ്റിയത്, ബാലചന്ദ്രൻ എപ്പോഴാണ് വന്നത്, എന്താ കാരണം വീഴാനുണ്ടായത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ മാഡം ഇവിടെ വന്നിട്ട് അന്വേഷിച്ചാൽ മതി എന്ന് പറഞ്ഞ് അലീന കോളങ്ങ് കട്ട് ചെയ്യും. അപ്പോഴേക്കും ശർമ്മ വരുന്നുണ്ട്. ശർമ്മ മേനോന് എന്താ പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് തന്നെയായിട്ട് വരുന്നത്. എന്താ പറ്റിയെന്ന് അറിയില്ല, അവിടെ നിലത്ത് വീണ് കിടക്കുകയാണെന്ന് പറയട്ടോ. അപ്പോൾ നീ CPR കൊടുത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശർമ്മ. അപ്പോൾ അലീന CPR ഒക്കെ കൊടുത്തു എന്ന് പറയൂട്ടോ. അപ്പോഴേക്കും ആംബുലൻസും എല്ലാവരും വന്ന് ബാലചന്ദ്രനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പിന്നീട് വൈജയന്തി ഹോസ്പിറ്റലിലേക്ക് വരുന്ന കാണിക്കുന്നുണ്ട്. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. എന്തായാലും ബാലചന്ദ്രൻ്റെ ജീവനൊക്കെ രക്ഷിക്കാൻ പറ്റിയിട്ടുണ്ട്. ICUലാണ് കേട്ടോ. അപ്പോൾ മനു അലീനയൊക്കെ ഹോസ്പിറ്റലിലുണ്ട്. അപ്പോൾ വൈജയന്തി വരുമ്പോൾ അലീനനെ കാണുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട് ഇവളെന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന്. അപ്പോൾ മനു ആണ് കേട്ടോ അതിന് മറുപടി കൊടുക്കുന്നത്. അവൾ ആൻറ്റിയുടെ തലയിലൊന്നുമല്ലല്ലോ നിൽക്കുന്നത്, ഇവിടെയല്ലേ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് അലീനയുടെ കൈയും പിടിച്ച് മനു അങ്ങോട്ട് പോകുന്നൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് കൃഷ്ണമോള് ബാലചന്ദ്രനെ കാണാൻ വേണ്ടിയിട്ട് ICUവിൽ കയറിയിട്ടുണ്ട്. അമ്മയ്ക്ക് അച്ഛനെ ഒന്ന് കാണണമായിരുന്നു എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ കൃഷ്ണമോള്. അത് കേൾക്കുമ്പോൾ തന്നെ ബാലചന്ദ്രന് ആകെ ദേഷ്യമൊക്കെ വന്നിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഇത്രയാണ് പ്രമോല് കാണിച്ചിട്ടുണ്ടായിരുന്നത്. റിവ്യൂ ഇഷ്ടമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്